വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് കടക്കാം. ലാസ്റ്റ് വ്ളോഗിൽ കുറേ ആൾക്കാർ ഉമ്മ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇക്കാട് ഉമ്മ. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് വന്ന പാടന്നെ ഒരാഴ്ച ഇവിടെ എല്ലാവർക്കും അസുഖമൊക്കെ ആയിരുന്നു, ഉമ്മയായിട്ട് നിസ്കരിക്കുന്ന അവിടെ. അപ്പം ആ ഒരു 1 വീക്ക് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, വയ്യാത്ത വീഡിയോസൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മയൊക്കെ ഫുൾ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ഒരു 1 വീക്ക് ബെഡ് തന്നെയായിരുന്നു കേട്ടോ. നല്ല തണുപ്പൊക്കെ അല്ലേ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തുള്ള വ്ളോഗാണ് ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടത്. ഇപ്പം ഉമ്മ ഓക്കെ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇപ്പം എന്താ പറയുക, ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ മൂത്ത സിസ്റ്ററുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ചക്ക കഴിച്ചു കഴിഞ്ഞു, ചക്കക്കുരു ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് 2 റെസിപ്പീസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അത് തൊലിക്കുന്നത് മാലിക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആകെ കുറച്ച് ചക്കക്കുരു ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് 2 റെസിപ്പി ഉണ്ടാക്കും വേണം. അപ്പോൾ ഒന്ന് ഉപ്പേരിക്കായിട്ടും ഒന്ന് ചക്കക്കുരും ചെമ്മീനും കൂട്ടിയുള്ള കറിക്കായിട്ടും. ഉമ്മ ചിക്കൻ കഴിക്കൂല കേട്ടോ, ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ. അല്ല, ഫിഷ് മാത്രമല്ല, ഫിഷ്, മട്ടന്, ബീഫ് അതൊക്കെ കഴിക്കും. ഇവിടെ ഇക്കയാണെങ്കിലോ മട്ടനും ബീഫും ഇക്കൊക്കെ കഴിക്കാനും പറ്റില്ല, വല്ലപ്പോഴും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മാക്ക് ചിക്കനും പറ്റില്ല, ഇക്കാക്കാണെങ്കിൽ മട്ടനും ബീഫും പറ്റില്ല. അപ്പോൾ നമുക്ക് ഏക ആശ്രയം ഫിഷാണ് ഇവിടെ കോമൺ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫിഷിൽ കുറേ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പം ചക്കക്കുരു തൊലിക്കുന്നത് മാലിക്ക് കാണിച്ചു കൊടുത്തിട്ട്, ആകെ കുറച്ച് ചക്കക്കുരു ഉള്ളൂന്ന് പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് നമുക്ക് 2 വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളത്. അപ്പം തൊലിക്കുന്നതും അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മാലി ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്ന് എനിക്ക് വേറൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു, റെസിപ്പി വീഡിയോ ഷൂട്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം കേട്ടോ. അപ്പം ഉമ്മയും റോയ്മോളും കൂടി അവിടെ റെഡിയായി ഇരിക്കുകയാണ്. വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവൾ പാൻറ്റൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്, 2 പേർക്കും കൂടി ഒന്ന് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്. റോസും ഉണ്ടാവും. അപ്പം ചോറൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പം ആ ഒരു മൂഡിൽ 2 പേരും കൂടി ഇരിക്കുകയാണ് കേട്ടോ. ഉമ്മ വന്ന ശേഷം ഈ ഒരു ദിവസം തോന്നുന്നു പുറത്തിറങ്ങുന്ന കേട്ടോ, വെയിൽ കൊള്ളാൻ വേണ്ടി പോയത്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ മസാല ഷവായ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ദിവസത്തെ വ്ളോഗാട്ടത്. അപ്പം റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മസാല ഷവായയുടെ. അടിപൊളി റെസിപ്പിയാണ്, കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ഉമ്മ കഴിക്കില്ല, മട്ടനും ബീഫാണെങ്കിൽ ഇക്കാക്കും പറ്റില്ല. അപ്പം ചിക്കൻ ഇത് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിനുള്ളതാണ്. അപ്പം ഫിഷ് കറി വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ, ചെമ്മീനും ചക്കക്കൂരും കൂടിയുള്ള കറി. അപ്പോൾ നമ്മുടെ ചക്കക്കൂര് അപ്പോഴേക്കും മാലിത റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പേരിക്ക് ഇതാ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തതും റൗണ്ടിൽ കട്ട് ചെയ്തത് നമ്മൾ കറിക്കായിട്ടും കേട്ടോ. ശരിക്കും ചക്കക്കുരു ഉപ്പേരിയല്ല ഉണ്ടാക്കുന്നത്, ചക്കക്കുരു ഒരു നമ്മൾ വെത്തലൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ. ഉമ്മ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഉമ്മ പറയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ, ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കുരു നടു കട്ട് ചെയ്തത്, നടുവല്ല റൗണ്ടിൽ കട്ട് ചെയ്തത് ആദ്യം ചട്ടിലോട്ട് ഇട്ട് കൊടുത്തു, പിന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു വലിയ തക്കാളി അത് ഇട്ട് കൊടുത്തു, പച്ചമുളക് 2 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി കേട്ടോ, അത് പുളിയുടെ ആ ഒരു ഇതിനാവശ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുടംപുളി ആയതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ചക്കക്കുരുവും ചെമ്മീനും കൂടിയുള്ള കറി ഞാനിപ്പോൾ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും പറയും ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്, ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് കേട്ടോ. അപ്പം സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു സ്വാദുണ്ടായിരുന്നു ഈ ഒരു കറിക്ക്. അപ്പോൾ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ചിട്ട്. അപ്പം ആ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ചക്കക്കുരു ഉപ്പേരിയില്ലേ, വെത്തൽ ഫ്രൈ ആക്കുന്ന പോലെ ഫ്രൈ ആക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 വെളുത്തുള്ളി നീളത്തിൽ അതേപോലെ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം നമ്മൾ ചട്ടിയിലിട്ടിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. എന്നിട്ട് ഒന്നുകൊണ്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം, പക്ഷെ അതിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ഇത് വറ്റിച്ചെടുക്കുക. ഇത് ചക്കക്കുരു വേവാനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. പക്ഷെ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കേണ്ട, അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞു ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണ്ട, ഒന്ന് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് വേവൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കറിയിലോട്ട് ഇതാ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ചക്കക്കുരു വറ്റിക്കുമ്പോഴും ആദ്യം ഉപ്പിട്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു, ഞാൻ മറന്ന് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് കറിയിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. ഒരു 1.5 കപ്പ് തേങ്ങ ചെരുവിയത്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണം, അതുപോലെ തന്നെ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, എല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചത്, അതായത് ഉപ്പേരിക്കായിട്ട് വേവിക്കാൻ വെച്ചത് അവിടെ വേവുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു സംഭവം റെഡിയായ ശേഷമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിന്ന് ചക്കക്കുരു എടുത്തിട്ട് അത് വെന്തിക്കണമെന്ന് നോക്കണം കേട്ടോ. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് വേവൊക്കെ ചെയ്യും. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ചേർത്താൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം, വല്ലാണ്ട് തിളച്ച് മറിയരുത്. നമ്മൾ മസാല ചേർത്തിട്ടാണ് അരപ്പ് റെഡിയാക്കുന്നതെങ്കിൽ കുറച്ച് തിളച്ചാലും കുഴപ്പമില്ല. പക്ഷേ മസാല ഒന്നും ഇല്ലാണ്ട് പ്ലെയിനായിട്ട് അരപ്പാണെങ്കിൽ തിളയ്ക്കാൻ പാടില്ല, തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുഡ് ടെൻസ് കേട്ടോ. ഞാൻ പലപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ് ആ ഒരു സംഭവം എന്താണെന്ന്. ഇനി നമ്മൾ വറവിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വെളിച്ചെണ്ണയിൽ. അതിലോട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 2 കൂടിയുള്ള വറവായിട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്, നമ്മൾ കറിയിലോട്ട് ചേർത്തിട്ടുണ്ട്. കറി ഓഫ് ചെയ്തിട്ടുണ്ട്, തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരും ചെമ്മീനും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയായിട്ട് നല്ല മണമാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, വല്ലാതെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു പിരിഞ്ഞ ലുക്ക് വരും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തിള വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം, കാരണം ഇത് ചട്ടിയാണ്, ചട്ടിയിൽ ചെറുതായിട്ട് ചൂട് നിൽക്കുമല്ലോ. അപ്പോൾ വേഗം ഓഫ് ചെയ്യണം, ഓഫ് ചെയ്യാൻ വിട്ടുപോകരുത്. ഞാൻ വീഡിയോ എടുത്തൊന്ന് നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് പോയി. ഇനി നമ്മൾ വേവിച്ചില്ലേ, അത് ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേരത്തെ നമ്മൾ വറവിട്ടില്ലേ അതിലോട്ട്, അതായത് ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടി വറവിട്ടില്ലേ കുറച്ച് വെളിച്ചെണ്ണയിൽ, അതിലോട്ട് ഇതും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ ഒരു പുളിക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക വറക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ഷവായ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റെസിപ്പി ഞാൻ ഡീറ്റെയിലായിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിത് കാര്യം പറയുന്നില്ല, അതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ട് ഇനിയും ബോറടിപ്പിക്കുന്നില്ല. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം. നല്ല എളുപ്പമുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ കാരണം, ഉച്ചയ്ക്ക് ഏതായാലും നമ്മൾ മെനക്കെട്ടിട്ടുണ്ട്, രാത്രിയിലോട്ട് സമയം ഉണ്ടാവില്ല, നേരത്തെ തന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇതൊന്നും റെസിപ്പി ആയിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഇത് റെഡിയാക്കി വെക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വന്നു. അത് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ പിന്നെ അതപ്പം തന്നെ തീർക്കാനും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്താ കുബൂസും ഹമൂസും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ മസാല ഷവായ കേട്ടോ. ഇതപ്പം തന്നെ ചോറിലേക്ക് 1/4 കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് പിന്നെ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ട അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചോറ് ഇതാ നല്ല വെത്തൽ ഫ്രൈ ആക്കിയ പോലെയുള്ള നമ്മൾ ചക്കക്കുരു ഫ്രൈ, അതുപോലെ ചെമ്മീനും ചക്കക്കുരു കൂടെയുള്ള കറി, ഒന്നും പറയണ്ട, കിടുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ടാണ് എടുത്തിട്ടുള്ളത്, അത് യൂട്യൂബിലോട്ട് എടുക്കാൻ വിട്ടുപോയി. നമ്മളെ ചക്കക്കുരു അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി കഴിക്കുന്നത് കേട്ടോ, വെറുതെ പറയില്ല. കുറേ മുമ്പ് ഞാനും കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഉമ്മാൻ്റെ ഈ ഒരു കറി ഞാനിപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും കിഡുവാണ്, ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. കെയർ പ്ലസ് മെഡിക്കൽ സെൻറ്റർ അജ്മാനിലെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കെയർ പ്ലസ് മെഡിക്കൽ സെൻറ്റർ അജ്മാനിലാണ്. അപ്പോൾ കുറച്ച് വീക്സ് ബാക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീ രജിസ്ട്രേഷൻ ആൻഡ് കൺസൾട്ടേഷൻ ഫോർ ഗൈനി ആൻഡ് ഡെൻറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വ്യൂവേഴ്സ് തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വരാം, കെയർ പ്ലസ് മെഡിക്കൽ സെൻറ്റർ അജ്മാൻ.
അപ്പോൾ മുമ്പത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നൊരു വ്യൂവറാട്ടത്. അപ്പോൾ ഞാൻ തിരക്കൊഴിഞ്ഞ സമയത്ത് വന്നതായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റി. വളരെ സന്തോഷം. അപ്പം അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നെന്നൊക്കെ പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതുപോലെ നല്ല ഫീഡ്ബാക്സാണ് തന്നത്. നല്ല ക്വാളിറ്റി സർവീസ് അഫോർഡബിൾ പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. അതുതന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലെ തുടർന്നും ആവശ്യമുള്ളവർ വരിക. ഹായ് മാം. മാം, ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഡെലിവറി പാക്കേജസ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ ഓഫറിലുണ്ടോ? ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് മന്ത് മുതൽ 9th മന്ത് വരെയുള്ള ഡെലിവറി പാക്കേജുകൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1 to 9 months വരെയുള്ളത് സ്പെഷ്യൽ ഓഫറിൽ, കൂടാണ്ട് 1 to 3, 4 to 6, 7 to 9 അങ്ങനെ ഓരോ ടൈം സ്റ്റോറിലുള്ളതും സ്പെഷ്യൽ ഓഫേഴ്സിലുണ്ടോ? സ്പെഷ്യൽ ഓഫറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാക്കേജ് ഉണ്ട്. അതും ഡിഫറെൻറ്റ് പാക്കേജസ് അവൈലബിൾ ആണ്. ഓക്കെ മാം, മുമ്പത്തെ ഓഫർ ഉണ്ടായിരുന്നല്ലോ സ്കാനിങ്ങിൻ്റെത്, അത് ഇപ്പോഴും അവൈലബിൾ ആണോ? ഇപ്പോഴും ആ ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഫ്രീ രജിസ്ട്രേഷൻ, ഫ്രീ കൺസൾട്ടേഷൻ, 50% ഓഫർ ഇൻ ഓൾ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഓൾ അൾട്രാസൗണ്ട്. ഫുൾ ഡെലിവറി പാക്കേജസിൽ എല്ലാ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് അനോമലി സ്കാൻ ആൻഡ് ഡബിൾ മാർക്കർ, NT സ്കാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒക്കെ 50% ഓഫിലാണ്. യെസ്. അതുപോലെ ഡെൻറ്റലിലും നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റഗ്രാം റീലിനായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കെയർ പ്ലസ് മെഡിക്കൽ സെൻറ്റർ അജ്മാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, പോകുന്ന സമയത്ത് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇക്കയും റൂഹിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഷവർമയും കൂടി വാങ്ങിച്ചു. അൽജർഫിലുള്ള ഗ്രിൽ ഹൗസ് എന്നാണ് വാങ്ങിച്ചത്. ഞാൻ മുമ്പ് ഇവരുടെ ഈ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഷവർമ അടിപൊളിയാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്ക് ഷവർമ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ എനിക്കൊരു സന്തോഷം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പിന്നെ ഞാൻ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രീറ്റാണ് അവരെല്ലാവരും എനിക്ക് തരിക. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് നമ്മളറിയാണ്ട് പോയതായിരുന്നു, പക്ഷേ അവർക്ക് സൗണ്ട് കേട്ടിട്ട് തന്നെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ കേട്ടപ്പോൾ. ഞാൻ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷവർമ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല എന്താ പറയുക, കഴിക്കാനുണ്ട്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. ഷവർമ ഇവിടുത്തെ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക. അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല കേട്ടോ, നമുക്കിഷ്ടമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് കഴിക്കുന്നത്. ഇനി നമ്മുടെ ഐഷാസ് മോഡൽസിലെ കുറച്ച് കളക്ഷൻസ് കണ്ടോക്കാം കേട്ടോ. ഞാനിത് ലാസ്റ്റ് കൊടുക്കാൻ കാരണം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങിക്കുക. ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. ഐഷാസ് മോഡൽസിലെ മോഡസ്റ്റ് വെയർ കളക്ഷൻസിലെ പുതിയ കളക്ഷൻസ് കേട്ടോ. ഇത് 5 കളേഴ്സിലാണ് ഈ ഒരു ഡ്രസ്സ് അവൈലബിൾ ആയിട്ടത്. ഒരു ലോങ് ഷർട്ട് ടൈപ്പാണ്, മോഡസ്റ്റ് വെയർ തന്നെയാണ്. നല്ല ലൂസിൽ ഇടാൻ പറ്റും. അതുപോലെ നടുക്കൊരു കെട്ട് കെട്ടാനുണ്ട്, അതിൻ്റെ കയറും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഷേപ്പിലും ആക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ലൂസിലിടാനാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഇത് ലോങ് ഷ്രഗായിട്ടും യൂസ് ചെയ്യാം, കോട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടോപ്പും അതിൻ്റെ കൂടെ ഹിജാബ് നമ്മൾ എല്ലാത്തിനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ഡെലിവറിയാണ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ, UAE, ഒമാൻ ഡെലിവറി ഉണ്ട്. ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഐഷാസ് മോഡൽസ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഐഷാസ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ചാനലുണ്ട് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു ഡ്രസ്സ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ ഇന്നലെ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ കളേഴ്സ് ഔട്ട് ഓഫ് സ്റ്റോക്കാണെന്ന് പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുക കേട്ടോ, കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത്. അതുപോലെ സൈസും നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാ സൈസിലും അവൈലബിൾ ആവുന്നുണ്ടാവില്ല, ചിലത് മാത്രമേ അവൈലബിൾ ആവുന്നുണ്ടാവുള്ളൂ. കാരണം ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചോദിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ, ഷേപ്പായി കിടക്കണമെങ്കിൽ അങ്ങനെ കയറിട്ടിട്ട് ടൈറ്റായിട്ട് കിടക്കും ചെയ്യാം. യങ്സ്റ്റേഴ്സിനായിരിക്കും ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇടാനൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോൾ 2 രീതിയിലും ഇടാൻ പറ്റും. അടുത്ത മോഡസ്റ്റ് വെയർ കളക്ഷൻ, ഇത് ഞാൻ യൂട്യൂബിൽ ഇടുന്നത് ഫസ്റ്റായിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇതൊരു അബായ ടൈപ്പാണ്. ഒരു ഷ്രഗ്, അകത്തൊരു ഇന്നറുണ്ട്. ഇന്നർ ഹാഫ് സ്ലീവാണ് വരുന്നത്, മുകളിലൊരു കോട്ട് വരുന്നുണ്ട്. ഇത് 6 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എല്ലാ കളേഴ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളേഴ്സാണ്. ഞാൻ പിന്നെ ഒരെണ്ണം മാത്രമേ ഇട്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് ഇട്ടത് മാത്രമേ ഞാൻ അയൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും അയൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കുന്നത്. ഒന്നും വിചാരിക്കരുത്. പലരും പറയാറുണ്ട് വീഡിയോയിൽ കാണിക്കുമ്പം അയൺ ചെയ്യണം എന്നൊക്കെ. എല്ലാം കൂടി അയൺ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പം അത്യാവശ്യം സമയം, ഇതൊക്കെ 3-4 മണിക്കൂർ എടുക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അത്രയും സമയമൊന്നും എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്, ദയവായിട്ട് ക്ഷമിക്കുക. അപ്പം
ഇതും എൻ്റെ സൈസിലല്ല കേട്ടോ അത് റെഡിയാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒരു കോട്ട് പോലെ, ഞാൻ പറഞ്ഞല്ലോ കോട്ട് പോലെയാണ്, അകത്ത് ഇന്നറുണ്ട്, പിന്നെ ഹിജാബ് വിത്ത് ഹിജാബാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മോഡസ്റ്റ് വെയർ തന്നെയാണ്, പക്ഷേ അബായ ടൈപ്പ് മോഡസ്റ്റ് വെയർ ആണ്. ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ കോട്ട് പോലെ ഇടാൻ പറ്റുന്നുണ്ടോയെന്ന്. പിന്നെ ചിലർക്കൊക്കെ ഇത് കോട്ട് മീൻസ് ജീൻസ് ടോപ്പൊക്കെ ഇട്ടിട്ട് മേലെ കോട്ട് പോലെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഒരു കോട്ട് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചറിയാം. അപ്പം നല്ല കളേഴ്സിലാട്ടോ അത് ഉള്ളത്, എല്ലാം നല്ല കളേഴ്സ്, നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ്. ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് ലൈറ്റ് കളേഴ്സ് ഉണ്ട്. ബാക്കിലും നല്ല വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ തുണിയാണെങ്കിൽ നല്ല തുണിയാണ് കേട്ടോ, നല്ല ഒതുങ്ങി കിടക്കുന്ന തുണിയാണ്. ഇതിനും കയറുണ്ട് കേട്ടോ, നടുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് കയറുണ്ട്, പക്ഷെ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. എല്ലാത്തിനും കയറുണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ, കാരണം നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് സെയിം മോഡൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ മുമ്പത്തെ നമ്മുടെ മോഡസ്റ്റ് വെയർസിൽ കുറേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് അത് വരുമ്പോൾ വീണ്ടും കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞത് പിന്നെ വീണ്ടും നമ്മൾ ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ആ തുണി വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ വീണ്ടും കണ്ട് മടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ മോഡൽസാണ് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇൻഷാ അല്ലാ. ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ, എല്ലാതും ഒരു വൈറ്റും നല്ല ബ്യൂട്ടിഫുൾ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഇനിയും കളക്ഷൻസ് ഇൻഷാ അല്ലാ തുടർന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഓൾ ഓവർ ഇന്ത്യ, UAE, ഒമാൻ ഡെലിവറി ഉണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഐഷാസ് മോഡസ്റ്റ് ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് ഐഷാസ് മോഡസ്റ്റ് വാട്സപ്പ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ മോഡസ്റ്റ് വെയർ കളക്ഷൻസ് ഞാൻ ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും വാട്സപ്പ് ചാനലിലൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.